ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ആ ഒരു ഷോട്ടിനകത്ത് ഞാനൊരു വെണ്ട മണ്ണിനകത്തു നിന്ന് പറിച്ച് കരിയിലയുടെ ഇതിട്ട് വെക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ വെണ്ട ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലിരുന്ന ഒരു വിത്തിട്ട് കിളിപ്പിച്ച് ഉണ്ടായ വെണ്ടയാണ് ഇത്. പക്ഷേ ഈ വെണ്ട പോയപ്പോഴത്തേക്കും അത് ഈ വേസ്റ്റിനകത്ത് കിടന്ന് അതിനകത്തുനിന്ന് കിളുത്ത് വന്നിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ വെണ്ടയുടെ വിത്ത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വെണ്ടയുടെ വിത്തിട്ടാൽ ഇനി എനിക്ക് വേറെ വെണ്ട ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ പാകി നോക്കി, ഒന്നും കിളുത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കുഴിച്ചിട്ടിട്ടും കിളുത്തില്ല. അതേ ബാക്കിയുള്ള വിത്തെല്ലാം കൂടി ഇങ്ങനെ ഇട്ടു. ഇതിപ്പോൾ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കിളുക്കാനായിരുന്നെങ്കിൽ അത് കിളുത്തേനെ. പക്ഷേ ചീരയുടെ അരി മാത്രം കിളുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കിപ്പോൾ ചുവന്ന വേണ്ട 2-3 ഉണ്ടെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചവേണ്ടയാണ്. എനിക്ക് ഈ ചുവപ്പിനോട് അത്ര വലിയ താല്പര്യമില്ല. അത് കാരണം ഞാൻ സാധാരണഗതിയിൽ ചുവപ്പ് അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഏതാണ്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് മാത്രം അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് ചുവപ്പ് ഈ വെണ്ടയുടെ ഇപ്പോൾ ഇനി വിത്ത് മേടിക്കണ്ടല്ലോ, ഒരു വിത്ത് നമുക്ക് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ നമ്മൾ ആദ്യം ഉണ്ടാകുന്ന എടുത്ത് വിത്തിനങ്ങ് ഇടും. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഇത് വിത്തിനിടാതിരിക്കുക നല്ലത്. എന്നാന്ന് വെച്ചാൽ 1-2 വട്ടം ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിത്തിന് നിർത്താൻ. വിത്തിന് നിർത്തുന്നതിന് മുന്നേ നമ്മൾ വേറൊരു കാര്യം ചെയ്യണം. ആദ്യം ഒരു പൂവുണ്ടായല്ലോ, പൂവുണ്ടായി കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും നമുക്ക് വിത്തിന് വിടണമെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പം തന്നെ നമ്മൾ അതിന് നല്ല വളങ്ങൾ കൊടുക്കണം. എന്ന് വെച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന ആ പൂവ് നല്ല ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ ആ വരുന്ന വെണ്ടക്കായി നല്ല രീതിക്ക് എന്ത് ഇതായിക്കോട്ടെ, വെണ്ടയോ പയറോ വഴുതനയോ മുളകോ എന്തും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ വിത്തിന് വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂ വിരിയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു വിളവുണ്ടാകുന്ന ആ വെണ്ടക്ക എനിക്ക് വിത്തായിട്ട് നിർത്തണമെന്നൊരിക്കലും ആ പൂ വരുന്നതിന് മുന്നേ തന്നെ ആ ചെടിക്ക് നല്ല രീതിക്കുള്ള വളങ്ങൾ കൊടുക്കണം. മറ്റ് കേടുപാടുകളൊന്നും ഉണ്ടാകാതെ നോക്കിയിട്ട് നമ്മൾ നല്ല രീതിക്ക് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കാ വരും. ആ കായിൽ നിന്നുള്ള വിത്തെടുത്ത് നമ്മൾ പാകുകയാണെങ്കിൽ നമുക്ക് നല്ല തൈകൾ കിട്ടും. മറ്റ് കായ്കളിൽ നിന്ന് തൈ കിട്ടിയാലെന്നല്ല, നല്ല എപ്പോഴും നമ്മൾ പറയില്ലേ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിത്തുകൾ വേണമെന്ന് പറയില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കിത് ആദ്യമേ നമ്മുടെ ഈ വെണ്ടയിൽ ഇവിടം തൊട്ട് എനിക്ക് വെണ്ടക്ക ആയതാണ്. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വെണ്ടക്ക വന്നപ്പോൾ തന്നെ ഞാനത് നുള്ളിക്കളഞ്ഞു. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ചെടിയൊന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു വെണ്ട ഇത് കണ്ടു, ഇത് ചെത്തിയൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ അടുത്ത ഇതിനെ എനിക്ക് നന്നായിട്ട് എടുക്കണമെന്ന് തോന്നിയത് കാരണം ഞാൻ നല്ല രീതിക്ക് ഇതിനകത്ത് ചാരവും നമ്മുടെ വേസ്റ്റും പഴത്തൊലി അടിച്ചതും ഒക്കെ കൂടി ഒഴിച്ചു കൊടുത്തത് കൊണ്ടത് ഉണ്ടായ വെണ്ടയ്ക്കയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, നല്ലൊരു ഹെൽത്തായ ഒരു വെണ്ടയ്ക്കയാണ്. ഇതാണ് ഞാനിനി വിത്തിനായിട്ട് നിർത്തുന്നത്. ഇത് വിത്തിനായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇപ്പോൾ ഇതിനകത്തൊരു 19ഓളം വെണ്ടവിത്തുണ്ടാകും കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വിത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണഗതിയിൽ വിത്തുണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. വാ, ഞാൻ ചീരയൊക്കെ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഇതിൽ പാകി അവത്തിൽ നിന്ന് എടുത്ത് വെക്കലൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. വേറെ ഇതൊന്നും നോക്കിയില്ല. പക്ഷേ ഞാൻ ഈ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഈ കണ്ടിരുമാനം ചീര വിത്ത് തന്നെത്താനെ കിളുത്ത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കയ്യിലിരുന്ന വിത്ത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ചുമ്മാ പാകി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ കിളുത്ത് വരുന്നുണ്ടോ, നല്ല രീതിക്ക് കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനൊക്കെ നല്ല രീതിക്ക് ഇലകളുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഇന്നലെ വെട്ടിക്കളഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം കിട്ടിയാലല്ലേ അടിയിൽ നിൽക്കുന്നതാണെങ്കിലും നന്നായിട്ട് കിളുത്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെയൊക്കെ ഇല അങ്ങ് വെട്ടിക്കളഞ്ഞു, മുട്ടയടിച്ചു ഇവരെയൊക്കെ. എന്നിട്ട് ഇനി നമ്മുടെ ചീര കിളുത്ത് വരാനായിട്ട് ഞാൻ നിർത്തിയേക്കുവാണ്. അപ്പം ചീര അരി കിളുത്തതൊക്കെ നന്നായിട്ട് വരട്ടെ, നമുക്ക് നല്ല രീതിക്ക് ചീര വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഇതിൽ ചെയ്തേക്കുന്ന മറ്റു കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഇതൊക്കെ നിങ്ങളെന്നും കാണുന്നുണ്ടല്ലോ, വെണ്ട നമ്മുടെ വഴുതനയിൽ
പൂവായി കേട്ടോ. അതെ വഴുതനയിൽ പൂവായി. ഇനി നല്ല രീതിക്ക് വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമുക്ക് ഇച്ചിരി വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി മേടിച്ച് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർക്കുക. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മുടെ ചാരവും പച്ചക്കറി വേസ്റ്റും ഒക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കാൻ കാര്യം വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞു ഒത്തിരി പേര് നമ്മുടെ അടുത്തുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു പച്ചക്കറി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ തന്നേര്, ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിളവ് നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ കിട്ടുള്ളൂ, വേറെ കിട്ടിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി വേപ്പ് പിണ്ണാക്കും എല്ലാം കൂടി മേടിച്ച് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം, വിളവ് കൂട്ടണമെന്നുള്ളൊരു വിചാരവും ഒരു സന്തോഷമൊക്കെ വന്ന്. അപ്പം നമ്മുടെ വെണ്ടയും വഴുതനയും ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ദേ നമ്മുടെ ചീര ഞാൻ 5 ഗ്രോ ബാഗിനകത്തേ വെച്ചിട്ടുള്ളൂ. 5 തരക്കേടില്ലാത്ത രൂപത്തിൽ കിളുത്ത് വരുന്നുണ്ട്. ദേ കണ്ടോ, നല്ല രീതിക്ക് തന്നെ കിളുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിന് ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ നമുക്കിതിന് ഇതിന് ശിഖരമുണ്ട്, ഇതിന് ശിഖരമുണ്ട്. ഇനി ഈ ചീരയ്ക്ക് ശിഖരം വെക്കാൻ ഉള്ള ഒരു ട്രിക്കുണ്ട്. നമ്മൾ ഇലയൊന്നും നുള്ളാതെ പാകുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പം എൻ്റെ ടെറസിൽ ഇപ്പം മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയില്ല നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.